എല്ലാ സമനിലയും തെറ്റിയവനായിട്ടാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത്. വായിൽ തോന്നിയത് കോതക്ക് പാട്ട് എന്നതുപോലെ കൈരളി അടക്കമുള്ള മാധ്യമങ്ങൾ മാങ്കൂട്ടം ഫണ്ട് വെട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞ് ഇതേ മാങ്കൂട്ടത്തിനെ നിർത്തിപ്പൊരിക്കാൻ നോക്കിയപ്പോൾ കൈരളിയുടെ റിപ്പോർട്ടറെ തന്നെ വിളിച്ചു വരുത്തിക്കൊണ്ട് പറയാനുള്ളത് മുഴുവൻ അലറിക്കൊണ്ട് മാങ്കൂട്ടം വിളിച്ചു പറയുകയും ചെയ്തു. തനിക്ക് വന്ന മെസ്സേജുകൾ വായിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതേസമയം മാങ്കൂട്ടത്തിന് മുന്നിൽ ധൈര്യമില്ലാത്തത് കൊണ്ടോ എന്തോ മൈക്ക് മാത്രം അവിടെ വെച്ചുകൊണ്ട് കൈരളി റിപ്പോർട്ടർ സ്ഥലം കാലിയാക്കി എന്ന് പറഞ്ഞാൽ പോരെ. ഇവിടെ മമ്മൂട്ടി ഡയറക്ടറായിട്ടിരിക്കുന്ന കൈരളി ദേശാഭിമാനിയേക്കാൾ ചീത്ത എന്നാണ് ഇപ്പോൾ മാങ്കൂട്ടം എടുത്തടിച്ചു പറഞ്ഞത്. മമ്മൂട്ടിയെ മാത്രം ഒന്ന് തലോടിപ്പോയി. അതുകൊണ്ട് തന്നെ ആളെക്കൂട്ട് നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയായ മാങ്കൂട്ടം. സത്യം പറഞ്ഞാൽ കോൺഗ്രസിന്റെ യുവനിര നാട്ടിലും റോട്ടിലുമൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ CPM-ന് അത്തരം നിരയെ ഉയർത്തിക്കാണിക്കാനില്ല എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന DYFI യോഗത്തിൽ പോലും ഉയർന്നു കേട്ട വിമർശനം. അത് മറികടക്കാനാണ് കോൺഗ്രസിലെ ചോരത്തിളപ്പുള്ള നേതാക്കളെ ഇതുപോലെ അധിക്ഷേപവുമായി കൈരളിയെ പോലുള്ളവർ ഇറങ്ങിത്തിരിക്കുന്നത്. പക്ഷെ അവിടെ കട്ടക്കുള്ള മറുപടി കൊടുക്കാൻ യാതൊരു മടിയും മാങ്കൂട്ടം കാണിക്കുന്നില്ല. അതൊന്ന് കാണാം. നിങ്ങളുടെ ഇപ്പോഴത്തെ ചീഫ് എഡിറ്റർ ആരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തോടൊന്നെങ്കിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ പറയണം, അതല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്ന വാർത്തകൾ മാത്രം പറയാൻ പറയണം. ഞാനൊരു വിഷയത്തിനകത്ത് നടപടി എടുത്തിട്ട് നിങ്ങളുടെ ന്യൂസ് എഡിറ്റർ തീരുമാനിക്കുകയാണ് ഇത് ഈ വിഷയത്തിലെ നടപടി എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ കൈരളിയുടെ ന്യൂസ് എഡിറ്ററോട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ പറയണം, അതല്ല ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റെങ്കിൽ ഞാൻ എടുക്കുന്ന തീരുമാനങ്ങളെ കൈരളി അംഗീകരിക്കാനും പറയണം. അതല്ലാതെ സംഘടനാപരമായി ഞാൻ എടുക്കുന്ന നടപടികൾ ഞാനത് നിയമ പോരാട്ടത്തിന് പോവുകയാണ്, കൈരളിക്കെതിരായിട്ട് നിയമ പോരാട്ടത്തിന് പോവുകയാണ്. എന്തൊരു വലിയ തോന്നിവാസമാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത്. ശ്രീ M. സ്വരാജ് പണ്ട് ഇത്തരം വാർത്തകളെ പറ്റി പറഞ്ഞൊരു വാക്ക് പറയാൻ എൻ്റെ സംസ്കാരം അനുവദിക്കുന്നില്ല. അദ്ദേഹം മുൻപ് ഇത്തരം വാർത്തകളെ പറ്റി പറഞ്ഞത് പിതൃശൂന്യ വാർത്തകളെന്നാണ്. അങ്ങനെ പറയാൻ എൻ്റെ സംസ്കാരം എന്നെ അനുവദിക്കാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ തന്നെ നേതാവ് ഇത്തരം വിഷയങ്ങളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു പശ്ചാത്തലമുണ്ട് എന്ന് കൈരളി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞങ്ങളുടെ ഈ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങനെ പുറത്തുള്ള ഒരാൾക്ക് കാണിക്കാൻ പാടില്ലാത്തതാണ്. കൈരളിയുടെ റിപ്പോർട്ടർ ഉണ്ടോ? കൈരളി റിപ്പോർട്ടർ പോയോ? മൈക്ക് ചെയ്തിട്ട് പോയി, അല്ലെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞതല്ല, കൈരളിയുടെ ഒരാളെ ബോധ്യപ്പെടുത്തണമല്ലോ. ഇപ്പം മീഡിയ വണ്ണിനെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവർ അംഗീകരിക്കില്ലല്ലോ. മീഡിയ വണ്ണിനെ ബോധ്യപ്പെടുത്തിയാൽ അവർ അംഗീകരിക്കില്ല. അതാണ് പ്രശ്നം. ഞാനിപ്പം ഞങ്ങളുടെ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പാണ്, അതങ്ങനെ കാണിക്കാൻ പാടില്ലാത്തതാണ്. ഒന്ന് വരൂ, അങ്ങൊന്ന് വരൂ. ഇപ്പം ഇദ്ദേഹം പറയുന്നത് കൈരളി തൽക്കാലം ഉൾക്കൊള്ളണം. സാജിദ് വരുന്നു, ഒന്ന് വരൂ, ഇതൊന്ന് വായിക്കും, ഒന്ന് ഉറക്കെ വായിച്ചു. നിലവിൽ 50 സമാഹരിക്കാത്ത അസംബ്ലികളിലെ ഫൈനൽ ലിസ്റ്റ് ഇന്ന് വൈകുന്നേരത്തിനുള്ള ആരെങ്കിലും അക്കൗണ്ടിൽ അയക്കണമെങ്കിൽ റെസിപ്റ്റ് തരണമെന്ന് കൂടി അറിയിക്കുന്നു. കോഴിക്കോട് നോർത്ത് മാനന്തവാടി ഈ അസംബ്ലികൾക്കെതിരായിട്ടാണ് നടപടി എടുത്തിരിക്കുന്നത്. അപ്പൊ എന്താണ് വിഷയം? അങ്ങ് പറയൂ. 50,000 രൂപ അല്ല, ഈ വാക്ക് പറയൂ. 50,000 സമാഹരിക്കാത്തതെന്ന് പറഞ്ഞ ഫണ്ട് വെട്ടിച്ചു എന്നതിന്റെ അർത്ഥം ആണോ? സമാഹരിക്കാത്തതെന്ന് പറഞ്ഞ ഫണ്ട് വെട്ടിക്കാത്തതെന്നാണോ അതിന്റെ അർത്ഥം? ഞാൻ പഠിച്ചിട്ടുള്ള മലയാളത്തിൽ സമാഹരിക്കാത്തതെന്ന് പറഞ്ഞാൽ അത് പിരിക്കാൻ സാധിക്കാത്തത് എന്നാണ് അർത്ഥം. അത്തരത്തിൽ 50,000 രൂപ സമാഹരിക്കാൻ പറ്റാത്ത 19ഓളം അസംബ്ലികൾക്കെതിരായിട്ട് നടപടി എടുത്തപ്പോൾ കൈരളിയുടെ ഹീനമായ വൃത്തികെട്ട വാർത്ത, ഈ ദേശാഭിമാനിയേക്കാൾ ചീത്ത എന്ന് പറയേണ്ടി വരും. ദേശാഭിമാനിയേക്കാൾ ചീത്ത എന്ന് പറയേണ്ടി തന്നെ വരും. അങ്ങനെ ഒരു വാർത്ത കൈരളി കൊടുക്കുകയാണ്. ഫണ്ട് വെട്ടിപ്പ് നടത്തി. നിങ്ങൾക്കിത് ശീലം ഉണ്ടായിരിക്കും. അത് അഭിമന്യു ഫണ്ട് വെട്ടിച്ചതും അതുപോലെ തന്നെ പയ്യന്നൂരിലൊരു ഫണ്ട് വെട്ടിച്ച ആൾ പിന്നീട് ജനപ്രതിനിധിയായ സാഹചര്യമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലവും ശീലവും നിങ്ങൾക്കുണ്ടായിരിക്കും. അത് വെച്ചിട്ട് നാട്ടിലുള്ള എല്ലാ സംഘടനകളും ഫണ്ട് വെട്ടിക്കാൻ നടക്കുന്നവരാണെന്ന് വിചാരിക്കരുത്. സമാഹരിക്കാൻ കഴിയാത്തതെന്ന് പറഞ്ഞാൽ അതിലൊരു വീഴ്ച സംഭവിച്ചു. അവർക്കത് സമാഹരിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഞങ്ങൾ സമ്മതിക്കുന്നു, ഞങ്ങൾ ഇവരെ പോലെ ഗുണ്ടായുസം കാണിച്ചിട്ട് പിരിക്കുന്ന ആളുകളൊന്നുമല്ല. അങ്ങനെയൊന്നുള്ള ഏർപ്പാടുകൾ ഞങ്ങൾക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു വാർത്ത കൊടുക്കുമ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഒന്നെങ്കിൽ കൈരളിയുടെ ഡയറക്ടർ എന്ന് പറയുന്നില്ല, സോറി മമ്മൂക്കയാണല്ലോ, കൈരളിയുടെ ചീഫ് എഡിറ്റർ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തിട്ട് അയാളോട് തന്നെ നടത്താൻ പറയുക. അയാൾ അന്നേരം അയാൾക്ക് ഇഷ്ടമുള്ള വാർത്തകൾ കൊടുക്കാം. അതല്ല, ഞാൻ എടുക്കുന്ന നടപടിയാണ് എങ്കിൽ ഞാൻ പറയുന്ന വാർത്ത കൊടുക്കാൻ പറയുക. അതല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാർത്തകൾ കൈരളി കൊടുത്തിട്ട് സ്വാഭാവികമായിട്ട് നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആ ചെറുപ്പക്കാരൻ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. കുറേ ചെറുപ്പക്കാരുടെ ക്രെഡിബിലിറ്റിയും ഇൻറ്റഗ്രിറ്റിയും തകർക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവമായ ശ്രമം നടത്തുകയല്ലേ. നിങ്ങൾ കുറേ കാലമായാലും എന്നെ പറ്റി ഇത് പറയാൻ തുടങ്ങിയിട്ട്. ഞാൻ നിങ്ങളോട് എത്ര തവണ പറഞ്ഞു, കൈരളി അടക്കമുള്ള മാധ്യമങ്ങളോട് വെല്ലുവിളിച്ചിട്ട് പറഞ്ഞില്ലേ, 1 രൂപ വയനാട് ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ട് 1 രൂപ വക മാറ്റിയതായി കാണിച്ചാൽ, എടുത്തതായി കാണിച്ചാൽ, വക മാറ്റിയത് പിന്നാണല്ലോ, പിൻവലിച്ചതായിട്ടെങ്കിലും കാണിച്ചാൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാന്ന് പറഞ്ഞില്ലേ. ഇനി അതിനപ്പുറം നിങ്ങൾക്ക് എന്തെങ്കിലും പരിശോധിക്കാനുണ്ടോ? നിങ്ങൾക്ക് പരിശോധിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ
ആ വിഷയത്തിനകത്തൊരു അന്വേഷണം നടത്തുക. നിങ്ങൾ ആ വിഷയത്തിനകത്ത് നിങ്ങളുടെ സ്റ്റേറ്റ് പോലീസ് ഇരിക്കുകയല്ലേ, നിങ്ങളുടെ അന്വേഷണ ഏജൻസി ഇരിക്കുകയല്ലേ. 1 രൂപ ചലഞ്ച് ചെയ്യുകയാണ്, 1 രൂപ അതിനകത്ത് മാറ്റം വന്നു എന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാം. വെല്ലുവിളി ഏറ്റെടുക്കാൻ കയ്യിൽ തയ്യാറുണ്ടോ? കഴിഞ്ഞ ദിവസം ദേശാഭിമാനിക്കത്തൊരു വാർത്ത, അതുകൊണ്ടാണ് പറഞ്ഞത് ദേശാഭിമാനിയേക്കാൾ മോശം, ദേശാഭിമാനിയേക്കാൾ അഴുക്ക എന്ന് കൈരളിയെ പറ്റി ഞാൻ പറയാനുള്ള കാര്യം.